പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിനിടയിൽ പല അവസരത്തിലും CPM-ൻ്റെ ജീർണതയെക്കുറിച്ച് വീഡിയോകൾ ചെയ്യുമ്പോൾ പിണറായി വിജയൻ ഈ പാർട്ടിയും കൊണ്ടേ പോവൂ എന്ന് ഒന്നിലധികം തവണ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോൾ വളരെ ആലങ്കാരികമായി, വളരെ ആനുഷംഗികമായിട്ടാണ് ഞാനത് പറഞ്ഞതെങ്കിൽ പിണറായി വിജയൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ പാർട്ടി പോകുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ പോകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി പോകുമോ? വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണിത്, വളരെ ഗൗരവമുള്ള ഒരു വിഷയവും കൂടിയാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് എന്നത് സംബന്ധിച്ച് എൻ്റെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകാം. ആ സംശയ നിവാരണം വരുത്താനും ഒരു കൃത്യത, ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഞാനത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CPM എന്ന് പറഞ്ഞ പാർട്ടിയെയും പ്രതി ചേർത്തിരിക്കുന്നു. അതാണ് പുതിയതായി വന്നിട്ടുള്ള ഏറ്റവും നിർണായകവും ഏറ്റവും പ്രധാനവുമായിട്ടുള്ള ഒരു വാർത്ത. ഈ വാർത്ത വന്ന ഉടനെ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് വേട്ടയാടലാണ്, ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വാദം, അദ്ദേഹത്തിന് അത് പറയാം. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. നമുക്കറിയാം, ഡൽഹി മദ്യനയ കേസിൽ ആം ആദ്മിയെ കക്ഷി ചേർത്തിട്ടുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ. അപ്പം കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടികളെയും കക്ഷി ചേർക്കാം കള്ളപ്പണ കേസിൽ. അപ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിയെ കക്ഷി ചേർത്തിട്ടുണ്ട്. അതിപ്പോൾ കോടതിയിൽ കിടക്കുകയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിയെ കക്ഷി ചേർത്ത കേസിലും അരവിന്ദ് കെജ്രിവാളിനെ പ്രതിയാക്കി ജയിലിലിട്ടിരിക്കുന്ന കേസിലും ഒക്കെ തന്നെ ഉള്ള ഇ ഡി അനുഭവിക്കുന്നൊരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൗർബല്യം എന്ന് പറയുന്നത് അതിൽ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ആ കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു ദൗർബല്യമുള്ളത്. അതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവിടെ വിമർശന വിധേയമാകുന്നതും. ഇപ്പോൾ നമുക്കറിയാം, മാസങ്ങളോളം ജനുവരി 31 മുതൽ ജയിലിലായിരുന്ന ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ ജാർഖണ്ഡ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യത്തിൽ വിട്ടു, തെളിവില്ല എന്നും പറഞ്ഞ് വെറുതെ വിട്ടു. അപ്പോൾ ഹേമന്ത് സോറൻ്റെ കാര്യത്തിലായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലായാലും തെളിവുകളുടെ അഭാവമുണ്ട്. മണി ട്രയൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. പണം കൊടുത്തു എന്നത് മാത്രമല്ല, പണം കിട്ടി എന്നതും തെളിയിക്കപ്പെടണം. എന്നാൽ മാത്രമേ മണി ട്രയൽ ആവുകയുള്ളൂ. ആ മണി ട്രയൽ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അഴിമതി കേസുകളിൽ ശിക്ഷയ്ക്ക് അർഹരാവുകയുള്ളൂ. അത് ഹേമന്ത് സോറൻ്റെ കാര്യത്തിലായാലും അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലായാലും അത് തെളിഞ്ഞിട്ടില്ല. അതാണ് അവിടെ ഇടിക്കുള്ളൊരു ദൗർബല്യം. പക്ഷേ കരുവന്നൂർ കള്ളപ്പണ കേസിൽ, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ ഇടിക്ക് ആ ഒരു ദൗർബല്യമില്ല. ആദ്യാവസാനം തെളിവുകൾ മാത്രമാണ് ഇതിലുള്ളത്. നമുക്കറിയാം, 2-3 വർഷക്കാലമായി കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടും ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടെ ED-യുടെ അന്വേഷണം നടക്കുന്നത്. നമുക്കത് പല ഘട്ടങ്ങളിൽ അത് എത്തി നിൽക്കുകയാണ്. അതായത് ബിനാമി പേരുകളിൽ സതീഷ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുടെയൊക്കെ പേരിൽ ശതകോടികളുടെ വായ്പകൾ കരുവന്നൂർ ബാങ്കിൽ നിന്ന് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേസ്. അതിൽ KR അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ അതിനകത്ത് പ്രതിയാണ്. ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് AC മൊയ്തീൻ്റെ പേരിൽ AC മൊയ്തീൻ എന്തോ 25 ലക്ഷം രൂപ മറ്റോ അനധികൃതമായ ഇടപാട് നടത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാളുടെ സ്വത്ത് കണ്ടുകെട്ടിയ സംഭവം നമ്മൾ കണ്ടു. AC മൊയ്തീനുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. സതീഷ് കുമാറിൻ്റെ എത്രയോ ബാങ്ക് അക്കൗണ്ടുകൾ ബിനാമിയായിരുന്നു എന്നും അതിലൂടെ 100 കണക്കിന് കോടി രൂപയുടെ ആസ്തി അനധികൃതമായ അയാൾ ഉണ്ടാക്കിയെന്നുള്ളത് തെളിഞ്ഞതും അതിൻ്റെ രേഖകൾ പുറത്തു വന്നു നമ്മൾ കണ്ടു. പലതവണയായി AC മൊയ്തീനെയും ഈ പറഞ്ഞ പോലെ MK കണ്ണനെയും MM വർഗീസിനെയും ഒക്കെ നിരന്തരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ കേസിൽ പ്രധാനമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് CPM-നെ പ്രതി ചേർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ CPM-ൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി MM വർഗീസിൻ്റെ പേരിലുള്ള 29.2 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ED കണ്ടുകെട്ടിയതിൽ ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടായെന്ന് തെളിഞ്ഞിരിക്കുന്നു. 73,63,000 രൂപയുടെ രൂപ പാർട്ടിയുടെ പേരിലുള്ള സ്വത്തുവകകളാണെന്നുള്ളത് കണ്ട് ഇതിൽ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. അതുകൂടാതെ
ഈ കണ്ടുകെട്ടിയതിൽ 73,63,000 രൂപ പാർട്ടിയുടെ പേരിലുള്ള സ്വത്തുവകകളാണെന്നും കണ്ടെത്തിയിരിക്കുന്നു. CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിൻ്റെ പേരിലുള്ള പാർട്ടി ഓഫീസിനായിട്ടുള്ള സ്ഥലവും കണ്ടുകെട്ടിയിരിക്കുന്നു. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPM തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവിലും ഇടപാടിലും പങ്കാളിത്തം ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുവകൾ മരവിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാർട്ടിയുടെ സ്വത്തുവകകളിലും പാർട്ടി സമാഹരിച്ച പണത്തിലും കള്ളപ്പണം അടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്ന രേഖകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മുന്നിൽ കിട്ടിയതുകൊണ്ടാണ് അവർ പാർട്ടി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ സ്വത്ത് ആസ്തികൾ പണമൊക്കെ കണ്ടുകെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിൽ നിർമ്മിച്ചിട്ടുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം കള്ളപ്പണമാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഡി പറയുന്നതാണ്, രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പാണിതെന്ന് ഇഡി കോടതിയിൽ പറഞ്ഞിരുന്നു. 2012 മുതൽ 2019 വരെ ഒട്ടേറെ പേർക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പ ലഭിച്ചിരുന്നു. അതിൽ 51 പേർക്ക് 24 കോടി രൂപ നിയമവിരുദ്ധമായി അനുവദിച്ചു. പലിശയടക്കം 48 കോടി രൂപയായി ഇത് വർദ്ധിച്ചുവെന്നും ഇഡി ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. അപ്പോൾ ഹേമന്ത് സോറൻ്റെ കേസുമായി താരതമ്യം ചെയ്താലും ഡൽഹി മദ്യനയ കേസുമായി താരതമ്യം ചെയ്താലും കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിനുള്ള വ്യത്യാസം എന്താ? അത് സംബന്ധിച്ചിട്ട് കൃത്യമായ രേഖകളുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് CPMനെ ഈ കള്ളപ്പണ കേസിൽ, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. MM വർഗീസിൻ്റെ പേരിലുള്ള സ്വത്ത് കെട്ടിയിരിക്കുന്നു. പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയാൻ വേണ്ടിയിട്ട് ഉള്ള പണം കള്ളപ്പണമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ ഏതാണ്ട് 73 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരിക്കുന്നു. പാർട്ടിയുടെ ഏതാണ്ട് എത്രയോ കോടി 60 കോടി രൂപയുടെ ആണെന്നാണ് കേൾക്കുന്നത്. ഏതാണ്ട് 8ഓളം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് കണ്ടുകെട്ടിയിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ? ഇനി സംഭവിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് MM വർഗീസ് പ്രതിയാകാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. MK കണ്ണൻ പ്രതിയാകാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. AC മൊയ്തീൻ പ്രതിയാകാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ കള്ളപ്പണ ഇടപാടിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോലും ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. സുഹൃത്തെ, ഇതിൻ്റെ പ്രത്യാഘാതം ഇനി രണ്ടാണ്. നമ്മൾ ഇതുവരെ CPM എന്നതിനെ ദേശീയ പാർട്ടിയുടെ അംഗീകാരം പോകുമെന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇനി പാർട്ടിയുടെ അംഗീകാരം പോകുക എന്നുള്ളതല്ല, പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള അംഗീകാരം പോകുമോ എന്നുള്ളതല്ല ഇനി പ്രശ്നം. ഇനി പാർട്ടിയുടെ തന്നെ അംഗീകാരം പോകുമോ, പാർട്ടിയുടെ തന്നെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുമോ എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാമെന്ന് ഇവരെല്ലാം പ്രതി ചേർത്തതിന് ശേഷം സ്വാഭാവികമായി പാർട്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ പാർട്ടി കള്ളപ്പണ ഇടപാട് നടത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഈ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായും അങ്ങനെ സമീപിച്ച് കഴിയുമ്പോൾ അത് വേട്ടയാടലാണെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM എന്ന് പറഞ്ഞ പാർട്ടി കോടതിയിൽ പോകും. പക്ഷേ കോടതിയിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താ സുഹൃത്തുക്കളെ? മദ്യനയ കേസിൽ നിന്നും ഹേമന്ത് സോറനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ഈ കേസിൽ കൃത്യമായ തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പക്കലുണ്ട്. പാർട്ടി സമ്പാദിച്ചിട്ടുള്ള ആസ്തിയിലും സ്വത്തിലും പാർട്ടി പിരിച്ചിട്ടുള്ള പണത്തിലും കള്ളപ്പണം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള തെളിവ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ശരിയാണ് എന്ന് വരും കോടതിയിൽ. അങ്ങനെ കോടതിയിൽ അത് ശരിയാകണമെന്ന് വന്നാൽ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ റദ്ദാക്കപ്പെടാനുള്ള അതിഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിണറായി പോകുന്നതിന് മുമ്പ് തന്നെ പാർട്ടി പോകാനുള്ള സാധ്യത, അതിനെക്കുറിച്ചിട്ട് ഞാൻ ഇവിടെ ചർച്ച ചെയ്ത് ഈ പറഞ്ഞതുപോലെ കാൽപ്പനികമായി പറയുന്ന കാര്യമല്ല, ഇതൊരു യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. സുഹൃത്തുക്കളെ, ഈ നീക്കത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. അതായത് CPMനെ കരുവന്നൂർ കള്ളപ്പണ കേസിൽ, ബാങ്കുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ പ്രതി ചേർത്ത EDയുടെ സമീപനത്തിന് പിന്നിൽ
കേന്ദ്ര ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന BJPക്ക് CPM-നോടുള്ള സമീപനത്തിൽ വന്ന മാറ്റവും കൂടി അന്തർലീനമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, ഈ പാർട്ടി കുറേ വർഷമായിട്ട് എടുത്തിരുന്ന സമീപനം എന്തായിരുന്നു? പിണറായി അവിടെ നിന്ന് ഭരിക്കട്ടെ, കോൺഗ്രസിനെ ഇല്ലാതാക്കാം, കോൺഗ്രസ് മുക്ത കേരളമാക്കാം, എന്നിട്ട് പിണറായി ഒരു തവണയും കൂടെ അവിടെ ഭരിക്കുമ്പോൾ കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ BJP പ്രതിപക്ഷമാകും എന്നുള്ള ധാരണയിലായിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്. അത് നടക്കില്ല എന്നുള്ളത് BJPക്ക് മനസ്സിലായി എന്ന് മാത്രമല്ല, CPM വോട്ടുകളിലേക്ക് കടന്നു കയറിയാൽ മാത്രമേ തങ്ങൾക്ക് വളരാൻ കഴിയൂ എന്നുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJPക്ക് മനസ്സിലായി. ആലപ്പുഴയിലായാലും ആറ്റിങ്ങലിലായാലും തിരുവനന്തപുരത്തായാലും ആലത്തൂരിലായാലും ഒക്കെ തന്നെ CPM-ൻ്റെ വോട്ടിലേക്ക് കടന്നു കയറിയാലേ തങ്ങൾക്ക് വളരാൻ കഴിയൂ എന്നുള്ള BJPയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPM-നെ തീർക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവ്, അവസാന തെളിവ്, ഏറ്റവും പുതിയ തെളിവാണ് ഇത് എന്ന് കൂടി ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. തൃശ്ശൂരിൽ അവർ ജയിച്ചത് തന്നെ ശരിക്കും കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടല്ല, യഥാർത്ഥത്തിൽ CPM-ൻ്റെ വോട്ട് കൊണ്ടാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു. അവർക്കൊരു MPയും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പിണറായി വിജയനെ സംരക്ഷിക്കേണ്ട ആവശ്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ CPM-നോടുള്ള സമീപനവും ഇതിൽ അന്തർലീനമാണ്. ഇതിൻ്റെ പ്രത്യാഘാതം എന്നോണം പിണറായി വിജയൻ അഴിയെണ്ണിയാൽ പോലും അത്ഭുതമില്ല എന്നുകൂടി നമ്മൾ ഓർത്തുകൊള്ളണം. CPM-നെ കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് അനധിവിദൂര ഭാവിയിൽ CPM-ൻ്റെ രജിസ്ട്രേഷൻ, CPM-ൻ്റെ അംഗീകാരം തന്നെ, രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള അംഗീകാരം, ദേശീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള അംഗീകാരമല്ല, രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള അംഗീകാരം പോയാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് CPM-നെ ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതിയാക്കുക എന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ തീരുമാനത്തിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.